എന്റെ കുഞ്ഞേ, ഈ വീഡിയോ നീ കണ്ടത് ഒരു യാദൃച്ഛികമല്ല. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമാണ്. ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആന്തരിക മാറ്റങ്ങൾ നിനക്ക് മുൻകൂട്ടി അറിയിക്കാനാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ശാന്തമായി കേൾക്കൂ, ഹൃദയം തുറന്നു കേൾക്കൂ. ഈ ആഴ്ച നിന്റെ മനസ്സ് മുൻപത്തേക്കാൾ വളരെ വ്യക്തമായി പ്രവർത്തിക്കും. നീ പല നാളായി കുഴഞ്ഞു നിന്ന ചിന്തകളും തീരുമാനങ്ങളും ഇപ്പോൾ ഒന്നൊന്നായി ക്ലിയർ ആകാൻ തുടങ്ങും. നീ സംസാരിക്കുമ്പോൾ ആവശ്യമായ വാക്കുകൾ മാത്രം നിന്റെ വായിൽ വരും. ആവശ്യമില്ലാത്തത് സ്വയം നിശബ്ദമാകും. ഇത് നിന്റെ ബുദ്ധിയുടെ ശക്തിയല്ല, ഇത് എന്റെ കൃപയുടെ പ്രവർത്തനമാണ്. ഈ ആഴ്ച നിന്റെ ഉള്ളിലെ ശബ്ദം വളരെ ശക്തമായി നിനക്കൊപ്പം സംസാരിക്കും. ഇത് ശരിയാണ് എന്ന് നിനക്കറിയാൻ ആരെങ്കിലും പറയേണ്ടതില്ല. നിന്റെ ഉള്ളുണർവ് തന്നെ നിനക്കുത്തരം പറയും. അത് കേൾക്കൂ, സംശയിക്കരുത്. നീണ്ട നാളായി തീരുമാനം എടുക്കാതെ വെച്ചിരുന്ന ഒരു വിഷയം ഈ ആഴ്ച നിനക്ക് വ്യക്തമായി തോന്നും. ചില ആളുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് സ്വയം അകന്നുപോകും. അത് നഷ്ടമല്ല, സംരക്ഷണമാണ്. നീ എടുത്ത ഒരു ചെറിയ തീരുമാനം 3 മാസങ്ങൾക്ക് ശേഷം നിനക്ക് വളരെ വലിയ ആശ്വാസവും വിജയവും നൽകും. ഇനി ഞാൻ ശ്വാസമെടുക്കാം എന്ന് തോന്നുന്ന ഒരു നിമിഷം ഈ ആഴ്ചയുണ്ടാകും. എന്റെ കുഞ്ഞെ, നിനക്ക് തോന്നിയിരിക്കാം എനിക്കെന്താ ഇങ്ങനെയൊരു മാറ്റമെന്ന്. ഭയപ്പെടണ്ട, നീ വഴി തെറ്റുന്നില്ല. നീ പഴയ പതിപ്പിൽ നിന്ന് പുതിയ പതിപ്പിലേക്ക് മാറുകയാണ്. നീണ്ട നാളായി നിന്റെ ആത്മാവ് ചുമന്ന ഭാരങ്ങൾ ഈ ആഴ്ച ശാന്തമായി ഒഴുകിപ്പോകും. നിനക്ക് വില കൊടുക്കാത്ത ബന്ധങ്ങളോടുള്ള ആവശ്യമില്ലാത്ത പിടിവാശി, ഇവരെ വിട്ടാൽ ഞാൻ ഒറ്റയാകും എന്ന ഭയം, എല്ലാം സഹിക്കണം എന്ന തെറ്റായ ധൈര്യം, നിന്നിൽ നീതിയില്ലാതെ ചുമത്തപ്പെട്ട കുറ്റബോധം, ഇവയെല്ലാം നീ അറിയാതെ തന്നെ നിന്നിൽ നിന്ന് പിരിയാൻ തുടങ്ങും. നിന്റെ വിലയറിയുന്ന ഒരു നിശബ്ദമായ ആത്മവിശ്വാസം, ഇതെനിക്കുള്ളതല്ല എന്ന് പറയാനുള്ള ധൈര്യം, ആളുകളെ നിന്റെ ഉള്ളുണർവിലൂടെ തിരിച്ചറിയാനുള്ള കഴിവ്, നിനക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് തന്നെ വ്യക്തമായി അറിയുന്ന ഒരു മനസ്സ്, ഇവയെല്ലാം ഈ ആഴ്ച നിന്നിൽ വന്നു ചേരും. എന്റെ കുഞ്ഞേ, ഈ ആഴ്ച എല്ലാരോടും നിന്റെ മനസ്സിലെ പദ്ധതികളും വേദനകളും പങ്കുവെക്കരുത്. പഴയ വേദനകൾ വീണ്ടും വീണ്ടും മനസ്സിൽ ചർച്ച ചെയ്യരുത്. ഇനി സഹിക്കാമെന്ന് പറഞ്ഞു നീ നിന്നെ വേദനിപ്പിക്കരുത്. നിന്റെ ഉള്ളിലെ ശബ്ദത്തെ അവഗണിക്കരുത്. നിന്റെ മനസ്സെന്താണ് പറയുന്നതെന്ന് ശാന്തമായി കേൾക്കൂ. ഇല്ല എന്ന് പറയേണ്ടി വന്നാൽ ഭയപ്പെടരുത്, കാരണം നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് എപ്പോഴും ശരിയായ പാത കാണിക്കും. ഉറക്കം, വെള്ളം, ഭക്ഷണം ഇവയെ അവഗണിക്കരുത്. ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും എന്നെ ഓർക്കുക, കാരണം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നീ ഭയപ്പെട്ട വലിയ തകർച്ച നടക്കില്ല. നിനക്ക് നഷ്ടം വരുത്തുന്ന ഒരു തീരുമാനവും നീ ഈ ആഴ്ച എടുക്കില്ല. നിന്റെ വഴിയെ തെറ്റിക്കാൻ ആരും വരില്ല. എന്റെ കുഞ്ഞെ, ഈ ആഴ്ച നീ തളരുന്നില്ല, നീ തകരുന്നില്ല, നീ പുനർജനിക്കുകയാണ്. ശബ്ദമില്ലാതെ, ആർപ്പുവിളിയില്ലാതെ, പക്ഷെ വളരെ ശക്തമായി നീ മുന്നോട്ടു പോകുമ്പോൾ എന്റെ കൈ നിന്റെ കൂടെയുണ്ട്. നീ സുരക്ഷിതനാണ്. നീ ശരിയായ വഴിയിലാണ്. ഇപ്പോൾ ഒരു ദീർഘശ്വാസമെടുക്കൂ. നീ കേൾക്കപ്പെട്ടിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആഴ്ച നിനക്ക് തകർച്ചയല്ല, പുനഃസ്ഥാപനമാണ്. നിനക്ക് നല്ലത് വരട്ടെ.